السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأصلي وأسلم على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ ഖുർആൻ വ്യത്യസ്ത പാരായണ രീതികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ടിട്ടുണ്ട്. ഹദീസുകളിൽ വന്നതുപോലെ ഖുർആൻ 7 ഹർഫുകളിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 7 ഹർഫുകൾ എന്താണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയൊക്കെ നമുക്ക് കാണാം. പ്രബലമായ ചില അഭിപ്രായങ്ങളിൽപ്പെട്ട ഒന്നാണ് അത് 7 ലുഗയാണ്, ഭാഷാ ശൈലിയാണ് എന്നൊക്കെ നമുക്ക് കാണാം. ഏതായിരുന്നാലും വ്യത്യസ്ത പാരായണ രീതികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുണ്ട്. കാലക്രമേണ ഈ ഖിറാഅത്തുകൾ 10 പ്രസിദ്ധരായ ഖാരികളിലേക്ക് ചേർത്ത് പറയാൻ തുടങ്ങി. അപ്പൊ മദ്ഹബുകൾ എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെയാണ് ഖിറാഅത്തുകളും. മദ്ഹബുകൾ നമുക്കറിയാം, 4 പ്രബലമായ മദ്ഹബുകൾ ഉണ്ട് അല്ലെ. ഹനഫി മദ്ഹബ് ഉണ്ട്, മാലിക്കി മദ്ഹബ് ഉണ്ട്, ഷാഫിഈ മദ്ഹബ് ഉണ്ട്, അതുപോലെ തന്നെ ഹംബലി മദ്ഹബ് ഉണ്ട്. ഈ മദ്ഹബുകൾ എന്ന് പറയുമ്പോൾ അത് പുതുതായി അവർ ദീന് കൊണ്ടുവന്നല്ല, മറിച്ച് ആ കാലഘട്ടത്ത് അറിയപ്പെട്ട പ്രശസ്തരായ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ആയിരുന്നു അവർ. അപ്പോൾ അവരിലേക്ക് മദ്ഹബുകളായി ചേർത്ത് പറയാൻ തുടങ്ങിയതാണ്. അതുപോലെ തന്നെയാണ് ഖിറാഅത്തുകളും. ആ കാലഘട്ടത്ത് അറിയപ്പെട്ട പ്രസിദ്ധരായ ഖാരികളായിരുന്നു അവർ. അങ്ങനെ അവരിലേക്ക് ഖിറാഅത്തുകൾ ചേർത്ത് പറയാൻ തുടങ്ങി. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന 10 ഖിറാഅത്തുകൾ അല്ലെങ്കിൽ 10 ഖാരികൾ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഇപ്പോ നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ഇമാം ഹഫ്സിന്റെ റിവായത്താണ്. റിവായത്ത് എന്ന് പറയുമ്പോൾ ഈ 10 ഖാരികൾക്കും ഈ 2 പ്രശസ്തരായ ശിഷ്യന്മാരുണ്ടായിരുന്നു. 10 ഖാരികൾക്കും ഈ 2 ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ 20 ശിഷ്യന്മാർ. ഈ ശിഷ്യന്മാരിലേക്ക് ചേർത്ത് പറയുന്നതാണ് റിവായത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പാരായണം ചെയ്യുന്നത് ഹഫ്സിന്റെ റിവായത്താണ്. ഹഫ്സ് അൻ ആസിം എന്ന് പറയുമ്പോൾ ആസിമിന്റെ ശിഷ്യനായ ഹഫ്സിന്റെ റിവായത്താണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഇതല്ലാതെ 19 റിവായത്ത് വേറെയുമുണ്ട്. അപ്പൊ ഞാൻ സംസാരിക്കുന്നതൊക്കെ ഷാത്തിബിയുടെ തരീഖയിലൂടെയുള്ള ഖിറാഅത്തുകളാണ്. അതായത് ഖിറാഅത്തുൽ അശ്റു സുഗറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖിറാഅത്തുകളെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇതല്ലാതെ ഖിറാഅത്തുൽ അശ്റുൽ കുബറ വേറെയുമുണ്ട്. അപ്പോൾ ഇത് വിശാലമായൊരു പഠനമാണ്. നമുക്കറിയാം, മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ 4 വർഷം ഡിഗ്രിയും അതുപോലെ പിന്നെ മാസ്റ്റേഴ്സും PhD ഒക്കെ എടുത്ത് ചെയ്യുന്ന അതിവിശാലമായ ഒരു കടൽ പോലെ പരന്നു കിടക്കുന്ന വലിയൊരു ഇൽമാണ് ഇൽമുൽ ഖിറാഅത്ത് എന്ന് പറയുന്നത്. അത് ഇത്തരം ഒരു ചെറിയ വേദിയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഗതിയല്ല. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഖിറാഅത്തുകൾ, വ്യത്യസ്ത പാരായണ രീതികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി മുഖേന അവതരിക്കപ്പെട്ടതാണ്. ഇതെല്ലാം ഖുർആനാണ്. ഇത് പുതിയൊരു സംഗതിയല്ല. ഇതെല്ലാം ഈ കാലഘട്ടം വരെ മുത്തസിലായിട്ടുള്ള സനദോടുകൂടി മുതവാത്തിറായിക്കൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. അതിൽ ഇജാസ് നേടിയ ധാരാളം കാര്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും ആ പാരായണത്തിലൊക്കെ ഇജാസ് നേടിയ ആൾക്കാരുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ 10 ഖിറാഅത്തുകളും ജംഇ ചെയ്തുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ എന്ന് ഞാൻ ഓതി കേൾപ്പിക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم ملك يوم الدين. الرحمن الرحيم ملك يوم الدين. الرحمن الرحيم مالك يوم الدين.
إياك نعبد وإياك نستعين اهدنا الصراط المستقيم اهدنا الصراط المستقيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم 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 غير المغضوب عليهم ولا الضالين غير المغضوب عليهم ولا الضالين غير المغضوب عليهم ولا الضالين. അപ്പോൾ ഞാൻ പാരായണം ചെയ്തത് 10 വ്യത്യസ്ത ഖിറാഅത്തുകളും ജംഅ് ചെയ്തുകൊണ്ടുള്ള ഖിറാഅത്തുൽ അശ്റു സൂറയുടെ രീതിയിലാണ്. ഇതല്ലാതെ നമുക്ക് ഈ പാരായണ രീതികൾ വേറിട്ട് കൊണ്ട് ഓരോന്നും വെവ്വേറെ ആയിക്കൊണ്ടും ഓതാവുന്നതാണ്. ജംഅ് ചെയ്യുമ്പോൾ നമ്മൾ അതിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഓതുകയുള്ളൂ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ അവഗാഹം നേടുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഇൽമു തഫ്സീറൊക്കെ പഠിക്കുന്നവർക്ക് വളരെ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഇൽമുൽ ഖിറാഅത്ത് എന്നുള്ളത്. കാരണം ഇൽമുൽ ഖിറാഅത്തിലൂടെ ഖുർആനിൻ്റെ വ്യത്യസ്ത ആശയ തലങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഒരുപാട് ആഴത്തിലുള്ള അർത്ഥമൊക്കെ മനസ്സിലാക്കുവാൻ ഇൽമുൽ ഖിറാഅത്ത് അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. സ്വല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്.